DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാദങ്ങൾക്കൊടുവിൽ വൈകി പുറത്തിറങ്ങിയ ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ലോട്ടറി ടിക്കറ്റുകളുടെ വിൽപ്പന സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആകെ സമ്മാനത്തുകയിൽ 9 കോടിയിലധികം രൂപ വെട്ടിക്കുറച്ച് ടിക്കറ്റുകൾ ഇറക്കുവാനുള്ള നീക്കം ഏജന്റുമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ ഉപേക്ഷിച്ചിരുന്നു. 12 ലക്ഷത്തോളം ടിക്കറ്റുകൾ അച്ചടിച്ചത് പിൻവലിക്കേണ്ടിയും വന്നു. അതോടെ ഡിസംബർ 5-ന് ഇറക്കാൻ നിശ്ചയിച്ചിരുന്ന ബമ്പർ ടിക്കറ്റ് വിപണിയിലെത്തുന്നത് വൈകിയായിരുന്നു. ഒടുവിൽ 2023-ലെ ക്രിസ്മസ് ബമ്പറിന്റെ അതേ സമ്മാനത്തുക പുനഃസ്ഥാപിച്ച് ടിക്കറ്റുകൾ അച്ചടിക്കാൻ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സർക്കാർ പുതിയ വിജ്ഞാപനമിറക്കിയത്. വിൽപ്പനയ്ക്കെത്തിയ ക്രിസ്മസ് ബമ്പർ ടിക്കറ്റുകൾക്ക് റിക്കാർഡ് വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 20 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ 13 ലക്ഷവും വിറ്റുപോയി. 2.75 ലക്ഷം ടിക്കറ്റ് വിറ്റ പാലക്കാട് ജില്ലയാണ് മുന്നിൽ. 1.5 ലക്ഷത്തിലധികം ടിക്കറ്റ് വിറ്റ തിരുവനന്തപുരം രണ്ടാമതും തൃശൂർ മൂന്നാം സ്ഥാനത്തുമാണ്. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് നൽകുന്നു. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 30 പേർക്ക് നൽകുന്നുണ്ട്. ഓരോ പരമ്പരയിലും 3 വീതം നറുക്കെടുക്കുന്നുണ്ട്. നാലാം സമ്മാനം 3 ലക്ഷം വീതം 20 പേർക്ക് നൽകുന്നുണ്ട്. ഓരോ പരമ്പരയിലും 2 വീതമാണ് നറുക്കെടുക്കുക. അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 20 പേർക്ക് കൊടുക്കുന്നു. ഓരോ പരമ്പരയിലും 2 പേർക്ക് വീതമാണ് നൽകുന്നത്. ഇതുകൂടാതെ 5000 രൂപ വീതം ആറാം സമ്മാനമായി നൽകുന്നു. 2000 രൂപ വീതം ഏഴാം സമ്മാനവുമുണ്ട്. 1000 രൂപയാണ് എട്ടാം സമ്മാനം. 500 രൂപയാണ് 9ാമത്തെ സമ്മാനം. 10ാം സമ്മാനമായി 400 രൂപയാണ് ലഭിക്കുന്നത്. 10 സീരീസുകളിലായാണ് ടിക്കറ്റുകൾ വിതരണത്തിനുള്ളത്. 400 രൂപയുള്ള ക്രിസ്മസ് ബമ്പർ നറുക്കെടുക്കേണ്ടത് ഫെബ്രുവരി 5-നാണ്. ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഏജന്റിന് നൽകുന്ന കമ്മീഷൻ കൂടി പരിഗണിച്ചാൽ ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ വഴി സൃഷ്ടിക്കപ്പെടുന്നത് 22ഓളം കോടിപതികളാണ്. അച്ചടിച്ച് വിതരണത്തിനെത്തിക്കുന്ന ടിക്കറ്റുകളെല്ലാം വിറ്റുപോകുമെന്ന പ്രതീക്ഷയാണ് ലോട്ടറി വകുപ്പിനുള്ളത്. വ്യാജ ടിക്കറ്റുകൾക്കെതിരെ ശക്തമായ പ്രചരണവും നിയമ നടപടികളുമായിട്ട് ലോട്ടറി വകുപ്പ് മുൻപോട്ട് പോകുന്നുണ്ട്. ടിക്കറ്റ് വില 400 രൂപയൊക്കെയായ സാഹചര്യത്തിൽ ഒന്നിലധികം പേർ ചേർന്ന് ഷെയറിട്ട് ഒരു ലോട്ടറി ടിക്കറ്റൊക്കെ വാങ്ങുന്ന പ്രവണതയുമുണ്ട്. ഇത്തരത്തിലെടുക്കുന്ന ടിക്കറ്റുകൾക്കും പലപ്പോഴും ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ലോട്ടറി നറുക്കെടുപ്പിൽ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഷെയറിട്ട് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. നിലവിൽ ഒരു ലോട്ടറി ടിക്കറ്റ് ഇത്ര പേർ വരെയേ ഷെയറിട്ട് വാങ്ങാവൂ എന്ന നിബന്ധനയൊന്നുമില്ല. മറ്റ് നിയമപരമായ തടസ്സങ്ങളുമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് സമ്മാനമായി ലഭിക്കുന്ന തുക ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വീതം വെച്ച് നൽകുവാൻ ലോട്ടറി വകുപ്പിന് നിലവിൽ സാധിക്കുകയില്ല. അതിനാൽ ഷെയറിട്ട് വാങ്ങിയ ടിക്കറ്റിന് വലിയ സമ്മാനമടിച്ചാൽ സമ്മാനത്തുക വാങ്ങുന്നതിനായി കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ ചുമതലപ്പെടുത്തണം. ഇത്തരത്തിൽ ഒരാളെ സമ്മാനത്തുക വാങ്ങുന്നതിനായി ചുമതലപ്പെടുത്തുന്ന കാര്യം 50 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി സാക്ഷ്യപ്പെടുത്തി ആ ഡോക്യുമെന്റ് ലോട്ടറി വകുപ്പിൽ നിങ്ങൾ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ്. ഈ വ്യക്തിയുടെ വിശദാംശം മാത്രമായിരിക്കും നിങ്ങൾ ലോട്ടറി വകുപ്പിന് നൽകേണ്ടതായി വരിക. ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാകും സമ്മാനമായി അടിച്ച തുക ലോട്ടറി വകുപ്പ് കൈമാറുക. ഇതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വഴി കൂടിയുണ്ട്. ടിക്കറ്റ് എടുത്തവർ ജോയിന്റായി ഒരു ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുക. അതിനുശേഷം സമ്മാനത്തുക ആ അക്കൗണ്ടിലേക്ക് മാറ്റുക. അങ്ങനെയെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പേരുള്ള എല്ലാവരുടെയും വിശദാംശങ്ങൾ ലോട്ടറി വകുപ്പിനെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ലോട്ടറി വകുപ്പ് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ലോട്ടറി ടിക്കറ്റുകൾ സോഷ്യൽ മീഡിയ വഴിയോ ഓൺലൈൻ വഴിയോ വാങ്ങുവാൻ പാടില്ലാത്തതാണ്. അംഗീകൃത ഏജൻസികളിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ നേരിട്ട് മാത്രമേ ടിക്കറ്റുകൾ വാങ്ങുവാൻ പാടുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.